SSCനെ കുറിച്ച് ഭയങ്കര ധാരണയുള്ള ആളുകളൊന്നുമല്ല. ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ധാരണയില്ല. അപ്പോൾ വീട്ടുകാർക്ക് ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് എനിക്ക് ഞാൻ ഗ്രോ ചെയ്ത് വന്ന ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എയർഫോഴ്സിനോട് താല്പര്യമുണ്ട്. അപ്പോൾ കുറച്ച് ഒരു അഡ്വഞ്ചറസ് ഒരു മോഡ് അങ്ങനെ ഒരു വെച്ചിട്ടാണ് ഞാൻ കസ്റ്റംസ് എടുത്തത്. ആക്ച്വലി കല്യാണ കാര്യങ്ങളാണ് വരിക. വീട്ടുകാർക്കില്ല, അത് വേണ്ട, എന്നെ കൊണ്ട് ഇത് നടക്കില്ല, എനിക്കിതാ ഇഷ്ടം. അപ്പൊ ഒരു സപ്പോർട്ടാ ചെയ്ത്. പക്ഷെ ആ എടുത്ത ഡിസിഷൻ തെറ്റല്ലാന്ന് പ്രൂവ് ചെയ്യണല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. റാങ്കിൻ്റെ കഥ എന്ന ഈ സീരീസിലെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കഥ പറയാനെത്തിയിട്ടുള്ളത് 3 മിടുക്കികളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തു ഒരു 4 കേരളത്തിൽ ടോപ്പ് റാങ്കിലെത്തി 4 പേരുടെ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തു. പക്ഷേ അത് 4 ആൺകുട്ടികളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, പെൺകുട്ടികൾക്ക് ഈ എക്സാം കിട്ടുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ UPSCയുടെ റിസൾട്ട് വന്നു. UPSCയുടെ റിസൾട്ടിൽ കേരളത്തിൽ ആദ്യ 5 റാങ്കിലെത്തിയ 5 പേരും പെൺകുട്ടികളായിരുന്നു. പക്ഷേ SSCൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യ 10 റാങ്കിൽ ഒരാൾ മാത്രമാണ് പെൺകുട്ടിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്, ഇത് പെൺകുട്ടികൾക്ക് കിട്ടുന്ന പരീക്ഷയല്ലേ, ആൺകുട്ടികൾക്ക് മാത്രം കിട്ടുന്നതാണോ? അപ്പോൾ അത് എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 മിടുക്കികളായിട്ട് ആളുകളെ ഇന്ന് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ കഥകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ അവരെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2024 CGL ക്ലിയർ ചെയ്ത 3 പേരാണ്. എൻ്റെ പേര് വൈഷ്ണവി, വീട് കാസർഗോഡാണ്. E24 CGL എനിക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഓഫീസിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ പേര് ദിവിന, ഞാൻ കോഴിക്കോട് തന്നെയാണ്. ടാക്സസിൻ്റെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻകം ടാക്സിൽ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അപർണ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന പോസ്റ്റ് പ്രിവെൻറ്റീവ് ഓഫീസർ ഇൻ കസ്റ്റംസ് ആണ്. ഇപ്പോൾ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ കസ്റ്റം ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ജോലി കിട്ടി, ഒരു 1 മന്ത് ഒരു 1.5 മന്ത് വരെ ജോലി ഇല്ലാത്ത ആളുകളായിരുന്നു, ഇപ്പോൾ ജോലി കയറി. അപ്പോൾ ആ ഒരു വൈഷ്ണവിനെ ആദ്യം പറഞ്ഞത്, ആ ഒരു മാറ്റം എങ്ങനെയാണ്? ജോലി ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ആസ്പിരൻറ്റിൽ നിന്നും ഒരു അച്ചീവറിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു സോഷ്യലായിട്ടുള്ള മാറ്റങ്ങൾ, നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഒരു ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ അതൊക്കെയാണ്. പലരും ഇപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, എന്താണ് ഒരു ജോലി കിട്ടിയതിന് ശേഷമുള്ള നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ജോലി കിട്ടിയ ശേഷം? സത്യം പറഞ്ഞാൽ ഇതൊരു ഡ്രീം പോസ്റ്റാ. ഇപ്പോഴും ജീവിക്കുന്നത് ഇപ്പോൾ ഡ്രീമിൽ എന്നുള്ളൊരു തോട്ടാണ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്, കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയാണ് എന്നുള്ളത്. ഒരു ആസ്പിരന്റ് ഒരു ജോലിക്കാരി ആയി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, റെസ്പെക്ട് ഉണ്ട്, അതൊക്കെ ഭയങ്കര കൂടുതലാണ്. അതിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്, അതിൽ ഭയങ്കര സന്തോഷമാണ്. ആയിക്കൊണ്ട് വരും. എനിക്കെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ എക്സാം പ്രോസസ്സ് കുറച്ചുകൂടി പെട്ടെന്ന് നടന്നതുകൊണ്ട് ഇപ്പോൾ റിസൾട്ട് എനിക്കൊന്ന് മാർച്ചിൽ റിസൾട്ട് വന്നു. ഏപ്രിൽ തന്നെ DV, ഏപ്രിൽ ലാസ്റ്റിന് ജോയിനിങ് ആയി. പെട്ടെന്ന് വന്നപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ആയി വരാൻ കുറച്ചൊന്നൊരു ടൈം എടുക്കുമല്ലോ. കുറച്ച് നല്ല വെയിറ്റ് ചെയ്തു. അതെ, എനിക്ക് കുറച്ച് മുന്നേ 2023 വരെയൊക്കെ വെയിറ്റ് ചെയ്യും നമ്മൾ എപ്പോഴാണ് ജോലി വരിക കിട്ടുക എന്നുള്ള ആ ഒരു വെയിറ്റിംഗ് എന്നുള്ള സാധനം. ഇപ്രാവശ്യം വെയിറ്റിംഗ് ഇല്ല, എല്ലാം പെട്ടെന്ന് അപ്പോൾ നമുക്ക് അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോയി. അതെ, കുറച്ചൊരു ഒക്കെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഒന്ന് റെഡിയായി ഇങ്ങനെ മെൻ്റലി അക്സെപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം ഒരു 2 ഇയേഴ്സോളം ലോങ് പ്രിപ്പറേഷനാണ്. അപ്പം ഫാമിലിയിലെ എക്സ്റ്റെൻഡ് റിലേറ്റീവ്സൊക്കെ ഇനി എനിക്ക് കിട്ടില്ല എന്നൊരു പോയിന്റിൽ എത്തിയപ്പോൾ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അതും കാലങ്ങളോളം ഞാനിങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയ കസ്റ്റംസ് ആ പോസ്റ്റ് തന്നെ കൊടുത്തു, അത് തന്നെ കിട്ടി. കൊച്ചിയിൽ എല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പം എല്ലാം സിങ്കിനായി വരുന്നുണ്ട്. എല്ലാം ഭയങ്കര സന്തോഷം, ഭയങ്കര ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഭയങ്കര ഓവറായിട്ട് ഭയങ്കര സന്തോഷം കൊണ്ട് ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ഫീലിംഗ് ഓഫ് റിലാക്സേഷൻ ആണ്, ഒരു സമാധാനം ഉണ്ടായിരുന്നു ആ റിസൾട്ട് കിട്ടിയാൽ. അങ്ങനെയും പറയാം. സക്സസ് ഇസ് ദ ബെസ്റ്റ് റിവെഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ അത് നമുക്ക് അങ്ങനെയാണ്. നമ്മൾ പറയുന്ന സമയത്തൊക്കെ ആയാലും പറയാൻ ഒരുപാട് പേരുണ്ടാവും, ഇങ്ങനെ ഇതിനെ കൊണ്ട് കിട്ടുമോ ഇല്ലേ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. ആ സമയത്ത് മറുപടി തന്നെ നമ്മൾ കിട്ടിയിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഏത് വർഷമായിരുന്നു പ്രിപ്പറേഷൻ ആരംഭിച്ചത്? ഞാനൊരു 23 ഒക്കെ ആയപ്പോൾ അല്ല 21 ഡിഗ്രി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എയർഫോഴ്സിന്റെ ഇന്റർവ്യൂ അങ്ങനെ പോയിരുന്നു. എന്നിട്ട് പിന്നെ ഒരു കോൺഫറൻസ് വരെയൊക്കെ എത്തിയിട്ട് പിന്നെ ഒരു ഫീൽഡ് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ SSCക്ക് പ്രിപ്പയർ ചെയ്ത് 23 തുടങ്ങി. പിന്നെ അന്ന് 23 മെയിൻസിനാണ് ഫോക്കസ് ചെയ്താ പഠിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ 24 ഡിഗ്രിയുണ്ട് നമ്മുടെ മുമ്പിൽ. ഡിഗ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 7ാമത്തെ അറ്റംപ്റ്റ് അല്ലേ? അപ്പൊ അതും ചില ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്നത്. ആ സമയത്ത് 7ാമത്തെ അറ്റംപ്റ്റിലാണ് ഡിഗ്രിക്ക് കിട്ടുന്നത്.
അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി, ആ ഒരു ലോങ് ജേണി? എന്ത് തോന്നുന്നു ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ? കാരണം എനിക്കറിയാം അപ്പൊ അപർണയ്ക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ 7 വർഷം നിൽക്കുന്ന ഇതിനേക്ക് ഇതിന്റെ അപ്പുറത്ത് കിട്ടിയിട്ടുണ്ടാവും, വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും. പക്ഷെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ആ ഒരു കാലം എങ്ങനെ ഓവർകം ചെയ്തു? എങ്ങനെയാണ് ഇത്? എനിക്കെന്ന് വെച്ചാൽ ഇടയ്ക്ക് എക്സാമിന്റെ പാറ്റേൺ ഒന്നും അറിയില്ല. ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വലിയൊരു സീരിയസ്നെസ് ഇല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഏജിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നൊരു ഇനി സമയമുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് തന്നെയായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ ആ സമയത്തുള്ള മാത്സും ഇംഗ്ലീഷുമാണ് കൂടുതൽ. അത് ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ SSC യിലേക്ക് വന്നത് തന്നെ. പിന്നെ നടക്കുന്നതാണ് പെട്ടെന്ന് പാറ്റേൺ മാറി, GK വെയിറ്റേജ് കൂടി. പിന്നെ വേറെ നിവർത്തിയില്ല. ഇതിലിപ്പോൾ 2-3 കൊല്ലത്തിൽ നിന്നുകൊണ്ട് വേറെ നിവർത്തിയില്ല നിൽക്കാൻ വേണ്ടി. കണ്ടിന്യൂ ചെയ്ത് പോവുക തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ പുറമേ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്, എവിടെയാണ് നോക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ അല്ലെങ്കിൽ പുറത്തൊക്കെ നിൽക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, ബാംഗ്ലൂരാണോ അല്ലെങ്കിൽ എറണാകുളമാണോ? ഞാൻ എറണാകുളം പഠിച്ചത്, അപ്പം അവിടെയാണോ ഉള്ളത് നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ആദ്യം. പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വരുമ്പോൾ എക്സാം SSC കുറിച്ച് പൊതുവേ ആളുകൾക്ക് അറിയില്ല. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ PSC ആണോ എന്ന് ചോദിക്കുക. SSC എന്ന് പറഞ്ഞാൽ അത് ഏതാ എക്സാം എന്ന് പറയുമ്പോൾ എന്തോ പഠിക്കുന്നു എന്നുള്ള ആ ഒരു ഇതായിരുന്നു. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൊസൈറ്റി പ്രത്യേകിച്ച് പെൺകുട്ടിലൂടെ ആയതുകൊണ്ട് ഉണ്ടാവുമല്ലോ. പിന്നെ ബിടെക് കഴിഞ്ഞതുകൊണ്ട് ബിടെക് കഴിഞ്ഞിട്ടും ജോലിയില്ലേ, എവിടെയാണ് പഠിച്ചത്, അപ്പോൾ ആ കോളേജിൽ പറ്റുന്നത് പ്ലേസ്മെന്റ് ഇല്ലേ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. വീട്ടിൽ ഓക്കെ ആയിരുന്നു. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ SSC കുറിച്ച് ഭയങ്കര ധാരണയുള്ള ആളുകളൊന്നുമല്ല. ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ധാരണയില്ല. അപ്പോൾ വീട്ടുകാർക്ക് ഇപ്പോൾ എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് എനിക്കില്ലായിരുന്നു. എങ്ങനെ ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് എനിക്കില്ലായിരുന്നു. വീട്ടിൽ നിന്നും ആണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും ഈ ഒരു ഫീൽഡ് പോയ ആരുമില്ല, ഞാൻ ആദ്യം പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. കാരണം ഒക്കെ ഞാൻ തന്നെ തപ്പിപ്പിടിച്ച് നോക്കി ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട്. സപ്പോർട്ട് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പോൾ കാരണം എക്സാം ആയത് നാട്ടുകാർ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിന് പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഈ ഒരു ചോദ്യം വരും, ഇപ്പോഴും പഠിക്കുകയാണോ എന്നുള്ള സാധനം വരും. ഇപ്പൊ ഏകദേശം എല്ലാവരും സമാധാനം ഇവിടെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ. കാരണം ഇപ്പോഴാണെങ്കിലും ഇവർക്ക് ഏത് പോസ്റ്റാന്ന് വെച്ചാൽ നമ്മൾക്കൊന്നും നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും വലിയൊരു ഡിപ്പാർട്ട്മെന്റേ ചോദിക്കുള്ളൂ, എവിടെയാ വർക്ക് ചെയ്യുന്നത്, ഇൻകം ടാക്സ്. ഒരു സമാധാനം. അല്ല ഇപ്പൊ എവിടെയും പോകുമ്പോ ഒരു സമാധാനക്കേടില്ല, സമാധാനത്തോടെ പോകാൻ പറ്റുന്നുണ്ട്. മറ്റേ ഞാൻ പോവാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ തുടങ്ങും ചോദ്യം, എന്തായിരുന്നു, ജോലി ആയില്ലേ, അതായില്ലേ, ഇതായില്ലേ. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. കല്യാണം പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾ ആൺകുട്ടികളെക്കാളും കൂടുതൽ എസ്പെഷ്യലി കല്യാണ കാര്യങ്ങളാണ് വരിക. ജോലി ആയാലും വേണ്ടില്ല, ആദ്യം കല്യാണം കഴിച്ചു വീട്ടുകാർക്ക് പ്രശ്നം മൊത്തം വരും. വൈഷ്ണവിന്റെ അടുത്ത് വൈഷ്ണവിക്ക് ഒന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ഈ SSC CGL ക്ലിയർ ചെയ്തത്. 2023 PG കഴിഞ്ഞ് അല്ലേ? PG കഴിഞ്ഞ് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ്. എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? എങ്ങനെയായിരുന്നു? ഇവരെ പോലെ അത്ര അങ്ങോട്ട് ഒരു തലയിലോട്ട് വന്നിട്ടുണ്ടാവില്ല, എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തുകൊണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? എങ്ങനെയായിരുന്നു SSC വരുമ്പോൾ ആക്ച്വലി ഇതിൽ ഏതൊക്കെയാ പോസ്റ്റ് ഉള്ളതെന്നൊന്നും എനിക്ക് മര്യാദക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ വന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ കറക്റ്റ് എന്തൊക്കെയാ ഇതിലുള്ളത്, ഏതൊക്കെ പോസ്റ്റാ നല്ലത്, അങ്ങനെയൊക്കെ സോർട്ട് ചെയ്തു. യൂട്യൂബിലൊക്കെ നോക്കി കുറേയൊക്കെ നോക്കി കണ്ടുപിടിച്ചു. പിന്നെ അതിനുശേഷം ഒരു കോച്ചിങ്ങിനൊക്കെ പോയി. പിന്നെ ഒരു 6 month ഒക്കെ കഴിഞ്ഞ് പിന്നെ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പ്രിപ്പറേഷൻ. അപ്പോൾ ആ ടൈമിൽ ഇതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങോട്ടും പോവാണ്ട് ഒന്നും ചെയ്യാണ്ട് ഫുൾ ഡേ മൊത്തം പഠിത്തം തന്നെയായിരുന്നു. അങ്ങനെ ചെയ്ത് കിട്ടിയൊരു പോസ്റ്റാണ്. ഓക്കെ. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ അടുത്തായിട്ട് ചോദിക്കാൻ, നിങ്ങൾ റിസൾട്ട് വന്ന ദിവസം അല്ലേ, നട്ടപ്പാതിരക്കാണ് റിസൾട്ട് വരുന്നത്. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയായിരുന്നു വൈഷ്ണവിനെ തുടങ്ങി ആ ഒരു റിസൾട്ട് വരുന്നത്? വീട്ടിലായിരുന്നു അതോ? വീട്ടിലായിരുന്നു. റിസൾട്ട് വരുമ്പോൾ ഇതിനേക്കാളും എക്സൈറ്റ്മെന്റ് സ്കോർ വന്ന ടൈമിലായിരുന്നു. അപ്പൊ ആ ടൈമില് നല്ല എക്സൈറ്റ്മെന്റ് വന്നുകൊണ്ട് റിസൾട്ടിൽ ഭയങ്കര ഒരു എക്സ്പ്രഷൻ ഒന്നും ആരുടെ അടുത്ത്. അപ്പൊ സ്കോർ വന്നിട്ട് നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും ഗ്രൂപ്പ് ബി കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇൻകം ടാക്സ് ആണോ GST അതൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇൻസ്പെക്ടർ പോസ്റ്റ് കിട്ടുമായിരിക്കും എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റിസൾട്ട് വന്നപ്പോ അവരെല്ലാരും ഉറങ്ങിയിരുന്നു. ഞാൻ പോയി വിളിച്ച് എണീപ്പിച്ചു. റിസൾട്ട് വന്നു, കിട്ടി. ഉറക്കത്തിന്റെ ആ ഒരു ഇതിലായതുകൊണ്ട് ഭയങ്കര റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷമായി. എൻ്റെ ആണെങ്കിൽ എനിക്ക് ഒന്ന് ആ റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് അന്ന് രാത്രി എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ 100% അല്ലെങ്കിലും ഒരു ചെയ്യാൻ പറ്റിയെന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ മാക്സിമം ചെയ്യാൻ
ആ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി അടുത്ത എക്സാമിന് കൂടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ട് വീട്ടിലൊന്നുകൂടി ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ മുന്നേ 1 ഇയർ ഞാൻ ചോദിച്ചത്, ഒരു 1 ഇയറും കൂടി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ ഒരു 1 ഇയറും കൂടി ഞാൻ നോക്കും എനിക്കൊന്ന്, കാരണം മെയിൻസിൻ്റെ സമയത്തൊക്കെ അമ്മ വളരെ ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു പല കാര്യങ്ങളും, കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ലാസ്റ്റത്തെ ഒരു വർഷം കൂടി പറഞ്ഞപ്പോൾ അമ്മനോട് ഇനി ഒരു വർഷമോ ഇപ്പം തന്നെ കഴിഞ്ഞ കൊല്ലം തന്നെയല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഇനി സപ്പോർട്ട് കുറഞ്ഞ് വരികയാണോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. വീട്ടുകാർ, കാരണം വീട്ടുകാർ എത്ര കാലം വെച്ചിട്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുക, ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇനിയും അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവില്ല നമുക്ക്. ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്, പക്ഷെ എന്നാലും കാലക്രമേണ ഇവർക്ക് നമ്മളെ മേലൊരു വിശ്വാസം കുറഞ്ഞ് വരുമോ എന്നുള്ളൊരു പേടി എനിക്ക് വന്നു. എത്രയാന്നുള്ള ഇതുവരെ ഒരു എന്താ പറയുക, ഇടയ്ക്ക് അച്ഛനും ചോദിക്കും സപ്പോർട്ടൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ എഴുതിയ എക്സാമിൻ്റെ ഒന്നും ആയില്ലേ എന്നുള്ളത് ഇടയ്ക്കാണെങ്കിൽ ഇവർക്ക് വരും. കാരണം എനിക്കൊരു അനിയത്തിയുണ്ട്, ഇവളും ഇതുപോലെ തന്നെ കരിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്തായാലും ഉണ്ടാവും, കാരണം മാരീഡ് അല്ല, ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജോലി ആവുന്നില്ല. അപ്പോൾ ഇവർക്കും ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ഉണ്ടാവും, എന്നോട് പറയാത്തതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ തന്നെ പിന്നെ ഇതുപോലെ പ്രൈവറ്റ് വേണമെങ്കിൽ ഒന്ന് മെല്ലെ നോക്കി തുടങ്ങിക്കോ എന്നുള്ളത് ചെറുങ്ങനെ ഒരു ചോദ്യമല്ല, പക്ഷെ എന്നാലും എനിക്കത് ഫീൽ ചെയ്ത് തുടങ്ങി. ഇവർക്ക് ഉള്ളിൽ സാധനം ചെറുങ്ങനെങ്കിലും, കാരണം ഒരു പേടി ഉണ്ടാവുമല്ലോ ഗവൺമെന്റ് കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇതിലാണ് ഞാൻ അന്ന് കിടക്കാൻ പോയത്. കിടക്കാൻ പോകുമ്പോൾ സമാധാനമല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി സപ്പോർട്ട് കുറഞ്ഞു വരും, അതൊക്കെ അങ്ങനെ ആലോചിച്ചാൽ കിടക്കുന്നത്. പെട്ടെന്നാണ് 12 മണിക്ക് ഈ ടെലഗ്രാം ചാനലൊക്കെ വരുന്നത്. റിസൾട്ട് അതെ, ഞാൻ 2 ദിവസം മുന്നേ ആണെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഈ റിസൾട്ടിന്റെ കാര്യത്തിൽ ഞാനിങ്ങനെ ഒരു ഭയങ്കര ഒരു ആകാംക്ഷ വെച്ചിട്ടൊന്നുമില്ല, എന്ത് വന്നാലും നോക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഇരുന്നത്. റിസൾട്ട് വരുന്നു, പിന്നെ അല്ലെ ഏത് ലിസ്റ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കുറേ ലിസ്റ്റ് അന്നേരം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് നമ്മളുടെ GST കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞിട്ട് റിസൾട്ട് വന്നു, അവന് കിട്ടി. അപ്പോൾ ഞാൻ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് വിഷൊക്കെ ചെയ്ത്, നിനക്കും കിട്ടി, ഇൻകം ടാക്സ് ആണ്. അങ്ങനെ രാത്രി ഞാൻ കിടക്കാൻ പോയത് കൂടെ ഉണ്ടോ, എനിക്കിങ്ങനെ വെറുതെ പറയണോ, അല്ലല്ല ലിസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല, കാരണം അത് ഇത് മുന്നേ ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ശരിക്കുള്ള കാര്യമാണോ, അതിലൊരു സംശയം. കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരു സക്സസ് നമുക്ക് ലൈഫിൽ ഫീൽ ചെയ്യുന്നില്ലല്ലോ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് മാറ്റുമോ, ലിസ്റ്റിന് മാറ്റി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഒരു മനസ്സൊന്ന് സന്തോഷിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നേരെ അമ്മനെ കൊണ്ടേ കാണിച്ച്, അമ്മ ഇത് കണ്ടപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അമ്മയും കടന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞിങ്ങനെ കഴിഞ്ഞ എക്സാം ഇല്ലേ അതിൻ്റെ റിസൾട്ട് വന്ന് ഇങ്ങനെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മക്ക് ഭയങ്കര, കാരണം കുറേ ആയിട്ട് ഒരു ഇതുവരെ ഒരു ജോലിൻ്റെ ലിസ്റ്റിൽ ഞാൻ വന്നിട്ടില്ല, ലാസ്റ്റിലേക്ക് ലിസ്റ്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ അച്ഛനെയും വിളിച്ച് പറഞ്ഞു, അച്ഛന് പുറത്തുള്ളത് ബഹ്റൈനിലാണ്. അപ്പോൾ അച്ഛനെയും വിളിച്ച് പറഞ്ഞു, അച്ഛനും ഭയങ്കര ഹാപ്പി, കാരണം ഇവർക്ക് ഒരു ജോലി കിട്ടിയല്ലോ എന്നുള്ള ഭയങ്കര ഒരു അതെ. കാരണം ഞാൻ CGL മാത്രം എഴുതിക്കൊണ്ടിരുന്നത്, CHSലും MTS ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. എല്ലാവരും അത് ചെയ്യുന്ന കാര്യമാണ്. CGL എക്സാം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ CHSലും കൂടി നന്നായി നോക്കും. ഞാനത് നോക്കാണ്ട് ഫുൾ CGL മാത്രം നോക്കിയിരുന്നിട്ട് അതൊരു നമുക്ക് ബാക്കോട്ട് ചിന്തിക്കുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടായി തോന്നി. ഇത് റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര എല്ലാവരും ഹാപ്പി. പിന്നെ ഇത് ലിസ്റ്റ് മാറ്റോ എന്നുള്ള ഇതിലായിരുന്നു സമാധാനത്തോടെ ഒരു 100% ഹാപ്പിനെസ് അങ്ങോട്ട് ആവാനും പറ്റുന്നില്ല, കയറ്റാനും പറ്റുന്നില്ല. ഇത് മാറുമോ ഇല്ലേ എന്നുള്ള അതും കൂടി. പക്ഷെ നല്ലൊരു ലൈഫിൽ നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത്. അതെ അതെ, സ്കോർ നോക്കിയ മൊമെന്റ് ആദ്യം എനിക്ക് സ്കോർ നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു, നോക്കിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു സ്കോർ കാർഡ് വന്ന് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നോക്കിയത്. അപ്പോൾ സ്കോർ കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടലായിരുന്നു. പിന്നെ ഓക്കെ മനസ്സിലായി 1000-ത്തിനടിയിലൊക്കെ റാങ്ക് വരാൻ സാധ്യതയുണ്ട്. ഓഫീസർ പോസ്റ്റ് എൻ്റെ ഡ്രീം പോസ്റ്റ് ആയിരുന്നു, കസ്റ്റംസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ പണ്ടേ ഇങ്ങനെ സ്വന്തമായിട്ട് പറയുമായിരുന്നു ഞാൻ ഇൻസ്പെക്ടർ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നടന്നത്. എന്നിട്ട് പിന്നെ റിസൾട്ട് വന്നത് നട്ടപ്പതറിക്കായിരുന്നു, എല്ലാവരും ഉറങ്ങി. സ്വന്തമായിട്ടാണ് നോക്കിയത് ഇപ്രാവശ്യം. പൊതുവെ ഞാൻ സ്വന്തമായിട്ട് നോക്കാറില്ല, അനിയനെ വല്ലതും വിളിച്ച് നോക്കിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം സ്വന്തമായിട്ട് നോക്കിയപ്പം എനിക്ക് ആദ്യം പോസ്റ്റ് കോഡായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻസ്. B17 ആണോ, ഞാൻ B17 കണ്ടപ്പോൾ തന്നെ ഇറങ്ങി ഓടി അമ്മ വിളിച്ച് എണീപ്പിച്ചു. എന്നിട്ട് അച്ഛനോടൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അത്ര റിയാക്ഷൻ, റാങ്ക് എത്രയുണ്ട്? ഞാൻ പറഞ്ഞു 1600. അതെന്ത് 1000-ത്തിനടി വന്നില്ലേ? അതിനിവിടെ പ്രസക്തിയില്ല, എനിക്ക് വേണ്ട പോസ്റ്റ് കിട്ടി തന്നു. എന്നിട്ട് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ആറ്റുകാൽ പൊങ്കാല ട്രിവാൻഡ്രത്ത് ഭയങ്കര ഫേമസ് ഇതാണ്. എന്നിട്ട് അതേപോലെ നിന്ന് പിറ്റേ ദിവസം കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതു. എന്നിട്ട് പൊങ്കാല ഇടാൻ പോയി. ഉറങ്ങിയിട്ടില്ല ആ ദിവസം. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നമുക്കിത് പേരൻസും അങ്ങനെ ആയിരിക്കും അല്ലേ? വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റി, പിറ്റേ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അച്ഛനും പറഞ്ഞു ഉറങ്ങാൻ പറ്റി, കാരണം അവർക്കും ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്.
എങ്ങനെ ഒരു കസ്റ്റംസ് എങ്ങനെയാണ് എത്തിയത്? കസ്റ്റംസിലോട് ഇഷ്ടം തോന്നാൻ കാരണം വീട്ടിലാരെങ്കിലും അത് റിലേറ്റീവ്സ് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അച്ഛൻ യൂണിഫോം പോസ്റ്റ്, അച്ഛൻ ട്രിവാൻഡ്രം അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അപ്പൊ യൂണിഫോം പോസ്റ്റിനോട് താല്പര്യമുണ്ട്. പിന്നെ പോലീസ് അസിസ്റ്റന്റ് അല്ല അസിസ്റ്റന്റ് കമ്മീഷണർ കൺട്രോൾ റൂം, സിറ്റി കൺട്രോൾ റൂമിലെ. അപ്പം യൂണിഫോമിനോട് കുറച്ച് താല്പര്യമുണ്ട്. പിന്നെ എൻ്റെ ഒരു ഞാൻ ഗ്രോ ചെയ്ത് വന്ന ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എയർഫോഴ്സിനോട് താല്പര്യമുണ്ട്. അപ്പൊ കുറച്ച് ഒരു അഡ്വഞ്ചറസ് ഒരു മോഡ് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കസ്റ്റംസ് എടുത്തത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എന്നെ വൈറ്റ് യൂണിഫോമിൽ കാണുന്നത് ഭയങ്കര എനിക്കൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം യൂണിഫോമൊക്കെ കിട്ടി ഫോട്ടോ എടുത്ത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. അതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ ഒക്കെ എല്ലാം ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്നതാണ്, നമ്മളെ ഫാമിലിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ആ ഒരു പ്രൗഡ് മൊമെന്റ് അവരെല്ലാം. വൈഷ്ണവിന്റെ എങ്ങനെയാ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അമ്മ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പം ഗവൺമെന്റ് ജോലിയിൽ ആരും ഇല്ല ഞങ്ങളുടെ ഫാമിലിയിൽ, ആദ്യമായിട്ടാ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. എങ്ങനെ SSC എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടത്? പൊതുവെ നമ്മൾ അവയർനെസ് കുറവുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ എങ്ങനെയാണ് SSCയിലോട്ട് എത്തിപ്പെട്ടത്? സ്വയം കണ്ടുപിടിച്ചതാണോ അതോ ആരെങ്കിലും ഒക്കെ കൈപിടിച്ച് കൊണ്ടുവന്നതാണോ? അല്ല, ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സിലബസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നൊരു സിലബസ്. PSC എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ജീവിക്കുക, എന്നെ കൊണ്ട് നടക്കില്ല. അപ്പൊ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് SSCയിൽ ഇറങ്ങിയാലോ. അപ്പൊ വീട്ടുകാർ പറഞ്ഞൊരു ബാക്കപ്പ് പ്ലാൻ PG നല്ലതാണെന്നുള്ള ഇതിൽ ഞാൻ MSCക്ക് പോയി. PG കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. വീട്ടുകാർക്ക് വേണ്ടി PG ചെയ്ത പോലെ അല്ല, ആ ടൈമില് PG കഴിഞ്ഞതുകൊണ്ട് എന്റെ ടീച്ചർ എനിക്ക് ഗേറ്റ് ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു PhDക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ഐസറിൽ ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റർ വന്നു. പക്ഷെ എനിക്ക് ഭയങ്കര മനസ്സിലൊരു ഭാരം വന്ന പോലെയാണ്. ലൈക്ക് ഞാൻ അങ്ങനത്തെ ഒരു ലൈഫല്ല ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ 5 വർഷം വീണ്ടും PhD ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് നടക്കില്ല. എനിക്ക് പെട്ടെന്ന് സെറ്റിൽ ആവണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം PhD വേണ്ടാന്ന് വെച്ച് SSC എടുക്കുക എന്നുള്ളതൊരു ഭയങ്കര ഡിസിഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എടുത്താലേ എനിക്ക് വീട്ടുകാർ മുമ്പിൽ പ്രൂവ് ചെയ്യണം ഞാൻ ചെയ്ത ഡിസിഷൻ അല്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തു എനിക്കത് വേണ്ട, എന്നെ കൊണ്ട് അത് നടക്കില്ല, എനിക്കിതാ ഇഷ്ടം. അപ്പൊ അവർ സപ്പോർട്ടാ ചെയ്തത്. പക്ഷെ ആ എടുത്ത ഡിസിഷൻ തെറ്റല്ലാന്ന് പ്രൂവ് ചെയ്യണല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. ദിവ്യന എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തി? കാരണം ഇവരിപ്പോ റീസെന്റ് ആയിട്ട് ദിവ്യന 2018 ഇത്രയും അവയർനെസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എത്തിപ്പെടുന്നത്. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഇതിലോട്ടുള്ള? ഞാൻ ബിടെക് ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ആ ഒരു ഫീൽഡ്, അതായത് പ്രൈവറ്റ് സെക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മളെ കോർ ഫീൽഡിൽ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കാരണം സോഫ്റ്റ്വെയർ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ കോറാണെങ്കിൽ ഇപ്പോൾ ഗേറ്റ് എഴുതി അങ്ങനെ ഒരു ഇതിൽ പോകണം. അപ്പോൾ അതിൽ എനിക്ക് എത്രത്തോളം ഒരു എൻ്റെ മാക്സിമം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. അപ്പോൾ വേറൊരു ഓപ്ഷൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് കയറാനുള്ള ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് എക്സാംസ് താല്പര്യമില്ല. ഗവൺമെൻറ്റിൽ ഏതൊക്കെയാണല്ലോ നോക്കുമ്പോൾ PSC ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കസ്റ്റംസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇങ്ങനത്തെ എനിക്കതൊരു ചെറിയ ഏജ് മുതലേ ഈ ഒരു ഫീൽഡ് ഒരു എന്തോ ഒരു നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണുമ്പോൾ കുറച്ച് എന്തായാലും ഉണ്ടാവുമല്ലോ. അല്ല അത്രയല്ല എന്തായാലും ഈ ഫിലിംസിലൊക്കെ ആണെങ്കിലും ഇൻകം ടാക്സ് എന്ന്, എക്സൈസ് എന്ന്, അല്ലെങ്കിൽ CBI എന്ന്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയായിരിക്കും എക്സാം എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. PSCനെ കുറിച്ച് ഞാൻ ചെറുപ്പത്തിലേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നിൽക്കണം. പക്ഷേ ഇങ്ങനത്തെ ഫീൽഡിൽ ഏത് എക്സാം ആണ് എന്നുള്ളത് ഞാനൊരു സെക്കൻഡ് ഇയർ മുതലേക്ക് കൂടുതൽ ആൾക്കാർ ചോദിക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എയർഫോഴ്സും ഞാൻ കുറച്ചൊക്കെ നോക്കി. പക്ഷേ എനിക്ക് മെഡിക്കലിൽ ഇപ്പം കണ്ണിൻ്റെ പവറിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, എയർഫോഴ്സ് അങ്ങനത്തെ പറ്റില്ല. പിന്നെ ഞാൻ നോക്കിയതാണ് ഏതൊക്കെ ഫീൽഡാണ് നോക്കിയപ്പോൾ എങ്ങനെയാണ് SSCൻ്റെ ഗൂഗിൾ ചെയ്തപ്പോഴും SSC എക്സാംസിൻ്റെ കാണുന്നത്. അതിൽ CGL പിന്നെ UPSC ഒക്കെ പോകണം. UPSC ഒക്കെ ഞാൻ ആ സമയത്ത് ഒരു GK ഒക്കെ ഞാൻ കുറച്ചൊരു വീക്കാണ്. കുറച്ചുകൂടി എനിക്ക് മാത്സ് ഇല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു പഠിക്കാനും ഇഷ്ടം. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇൻ കേസ് കുറവാണെങ്കിലുള്ള. അങ്ങനെ ഈ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി തപ്പി പിടിച്ച് ഫൈനൽ ഇയറിലാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം എക്സാം ഉണ്ട്. സത്യം ഞാൻ ഈ കുറേയൊക്കെ നോക്കിയിരുന്ന് ഫൈനൽ ഇയർ ഇരുന്ന് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്. SSC എക്സാംസ് എന്നാണ് പേര്. ഇതിന് തന്നെ CGL CHSL അങ്ങനെയൊക്കെ ഉണ്ട്. MTS അങ്ങനത്തെ ഒന്നുമില്ല. CGL MTSൻ്റെ വലിയ ഐഡിയ ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കി ഗൂഗിളൊക്കെ നോക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഇതിലേതൊക്കെ എക്സാം, ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നോക്കുമ്പോൾ ഇംഗ്ലീഷ്, മാത്സ് ആണ്. അപ്പോൾ സിലബസ് അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒക്കെ LCM HCF അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചയമുള്ള സാധനം പോലെ തോന്നും. 10th സാധനങ്ങൾ നമ്മൾ ഇതിനപ്പുറം സാധനങ്ങൾ മാത്സിൽ പഠിക്കും. ഇപ്പം എഞ്ചിനീയറിംഗ് മാത്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെയൊക്കെയാണ് പഠിക്കുന്നത്. നമ്പേഴ്സ് ഒന്നുമല്ല, ലാസ്റ്റിലേക്ക് ഫുൾ ആൽഫബറ്റ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് പിന്നെ എന്താ ഇത് ബുദ്ധിമുട്ട് എന്നുള്ള പുഷ്പം പോലെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് കയറുന്നത്. പക്ഷേ കയറി വന്നപ്പോഴാണ് നമ്മൾ ഇതുവരെ പഠിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു മെത്തേഡല്ല
ഇങ്ങനത്തെ എക്സാംസിന്. ഇതിന് വേറെ തന്നെ വേണം. ഇതൊക്കെ അതെ അതെ വേറെ തന്നെ വേണം. നമ്മളിപ്പോൾ ഈ എല്ലാ ടോപ്പിക്സും കേട്ടുപരിചയം തന്നെയായിരിക്കും. പെർസെൻറ്റേജ് അല്ലെങ്കിൽ SICA എല്ലാം കേട്ടുപരിചയ ടോപ്പിക്. പക്ഷേ ഈ ഒരു എക്സാമിന് വരുമ്പോൾ ടൈമില്ല. ഇതിനെങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും നമുക്ക് അറിയുന്ന സാധനമായിരിക്കും. പക്ഷേ ഈ എക്സാമിൻ്റെ ഒരു രീതിക്ക് വേണ്ട ഒരു നോളജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. SSCന്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു സാധനം വേണം എന്നുള്ളത് ഒരു പ്രോപ്പറായിട്ട് പിന്നെയാണെന്ന്. ടൈമാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിയത്. ആ ഒരു മണിക്കൂറിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് എടുക്കണം. അതിൻ്റെ ഒരു സ്പീഡ് അതൊക്കെ എത്തിപ്പെടാൻ കുറച്ചധികം സമയം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ പഠിച്ചെടുക്കും അല്ലെങ്കിൽ ഏത് രീതിക്ക് ഇത് പഠിക്കും ഇതെല്ലാം അറിയുന്ന സാധനമൊക്കെ എല്ലാം അറിയാൻ ടോപ്പിക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ പഠിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. നമുക്ക് സ്കൂളിലെ രീതിയൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാം സ്റ്റെപ്പിനാണ് മാർക്ക്. ഫൈനൽ ആൻസറിന് അരമാർക്കേ ഉള്ളൂ. അല്ല അരമാർക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ അരമാർക്കേ പോവുള്ളൂ. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു വന്നത്. ആ സിസ്റ്റം തന്നെ വേറെ മാറണം. ഇവിടെ ആൻസറിനാണ് ഇവിടെ വാല്യൂ, ഏത് സ്റ്റെപ്പ് എന്നുള്ളതല്ല. അതെ. അപ്പൊ അവിടുന്ന് നമ്മൾ പഠിച്ചു വന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മാറ്റം അതാണ് ഇവിടെ. അപ്പൊ അതിന് വേണ്ട ഒരു രീതി എങ്ങനെയെന്നുള്ളത് എനിക്കൊന്ന് ഒരു കൊറോണയ്ക്ക് ശേഷമൊക്കെ പിന്നെയും കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ പിന്നെ ഇറങ്ങിയിട്ട് കുറച്ചുകൂടി അവെയർ ആണ്. അതിന്റെ മുന്നേ വരെ ഇത് ആരോട് ചോദിക്കും. ബുക്ക് ഞാൻ എത്രയോ ബുക്ക് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. കുറേ ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. ഇതുപോലെ തന്നെ ഗൂഗിൾ നോക്കി അതിൽ ഇവിടെ നോക്കിയിട്ട് ബുക്ക് വെച്ച് പഠിക്കാൻ നോക്കി. അങ്ങനെ 1-2 വർഷം എൻ്റെ പോയി ബുക്ക് വെച്ച് പഠിക്കാൻ നോക്കിയിട്ട്. കാരണം ഇതിൽ ബുക്കിലാകുമ്പോൾ നടുക്കൊരു സ്റ്റെപ്പ് എത്തുമ്പോൾ ഒരു സ്റ്റക്കാവും. ഇതെങ്ങനെ ഇത് വന്നു, ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ പോയി, ഇത് ആലോചിച്ചിട്ടൊക്കെ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ്റെയോ 2 ക്വസ്റ്റ്യൻ മേലൊക്കെ ഫുൾ ഡേ എൻ്റെ പോയിട്ടുണ്ട്. അത് ചില കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇതൊരു വിചാരം നമ്മൾ ഈ ഡിഗ്രി പഠിക്കുന്ന പോലെ ഒരു ബുക്ക് നോക്കിയിട്ട് കംപ്ലീറ്റ് പഠിക്കാൻ തോന്നൽ. ബുക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ അതിൽ പലപ്പോഴും അതിലുള്ള സ്റ്റെപ്പുകൾ ഒന്നെങ്കിൽ നമ്മളൊരു ക്ലാസ്സുകൾ കാണുന്നുള്ളത് യൂട്യൂബിൽ തന്നെ ഫ്രീ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ അവൈലബിൾ. അത് കാണാതെ ബുക്ക് നോക്കിയിട്ട് മാത്രം ചെയ്തു പോകുന്ന ആളുകളുണ്ട്. എന്നിട്ട് അതിലുള്ള മെത്തേഡ് അതുപോലെ പഠിച്ചു അത് വരുത്തിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് വീഡിയോസും കിട്ടാനില്ല അധികം. ഇപ്പൊ ഈ ഒന്നൊരു കൊറോണയ്ക്ക് ശേഷം മലയാളത്തിൽ തന്നെ വീഡിയോസ് ഉള്ളത്. ഇപ്പൊ തന്നെ മലയാളത്തിൽ അല്ല നമുക്ക് റിസോഴ്സ് അവൈലബിൾ അല്ല. എനിക്ക് കൊറോണയ്ക്ക് ശേഷമാണ് ആളുകൾ കുറച്ചുകൂടി ഇന്ന് യൂട്യൂബിലാണെങ്കിലും ഓരോന്ന് തപ്പിയും പിടിച്ച്. അതുവരെ എന്ന് പറഞ്ഞാൽ ബുക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറഞ്ഞുതരാൻ ആരുമില്ല. അവയർനെസ്സിന്റെ ഭയങ്കര പ്രശ്നം എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ജോയിൻ ചെയ്തവരെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാനത് കുറച്ച് മുന്നേ എനിക്ക് സ്റ്റാർട്ടിങ്ങിലെ വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ എത്ര സമയം എനിക്ക് പോകില്ലായിരുന്നു. കാരണം നമുക്ക് ഒരു വർഷം പോകുന്നതിനനുസരിച്ചിട്ട് 20s ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 20s എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ട ടൈമാണ്. ഞാൻ ആ സമയത്ത് ബുക്കും വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റും എനിക്ക് ലൈഫിലുണ്ട്. പേടിക്കണ്ട, ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ മാറി 40-50 വയസ്സിൽ എൻജോയ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. 20 എൻജോയ് ചെയ്യേണ്ട ദുർബന്ധം. അപ്പൊ ഇനി നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് ലൈഫ് കിടക്കുകയാണ്. എൻജോയ് ചെയ്യാൻ നമുക്ക് വയസ്സല്ല, നമ്മുടെ മനസ്സിന് വയസ്സായിട്ടുള്ളതാണ് കാര്യം. നമ്മളല്ല 50-60 വയസ്സുള്ള ആളുകൾക്ക് ഫോട്ടോ എടുത്താച്ചു. അപർണ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ 12th കഴിഞ്ഞിട്ട് എൻ്റെ പേരൻസിനൊക്കെ എഞ്ചിനീയറിങ് അങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള റാങ്ക് വെച്ചിട്ട് നല്ല കോളേജൊന്നും കിട്ടിയില്ല. അപ്പം അമ്മയാണ് എന്നോട് പറഞ്ഞത്, ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രൈവറ്റായിട്ട് പഠിച്ച് പ്രൈവറ്റ് ഫാമിൽ പോകുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് UPSC SSC പ്രിപ്പയർ ചെയ്തുകൂടാ. കാരണം PSC ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അത്യാവശ്യം ഒരു ഗവൺമെൻറ് സർവൻസ് ഒക്കെ ഉണ്ടെങ്കിലും PSC അത്ര ട്രാൻസ്പെറൻ്റ് അല്ല എന്ന് പൊതുവേ ഉള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പം അമ്മ PSC അധികം നിർബന്ധിച്ചില്ല, UPSCയോ SSCയോ എഴുതാ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പം എനിക്കൊന്ന് ഡിഗ്രി ഒക്കെ വന്നപ്പോഴേ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ PG എടുക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് SSC കോച്ചിങ് എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ കണ്ടുപിടിച്ച് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ കൊണ്ട് ചേർക്കുമായിരുന്നു. ഈ അവനോട് തന്നെ ചോദിക്കട്ടെ, ഈ ഒരു എക്സാമിലോട്ട് ഇറങ്ങി പഠിക്കാൻ ഇറങ്ങി ഒരു എക്സാം കഴിയുന്നവരെ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത ചലഞ്ചുകൾ എന്ത്? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരുപാട് ചലഞ്ച് വേറെ ഉണ്ടാവും. എന്നാൽ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത ചലഞ്ചുകൾ എന്തൊക്കെയാണ്? തുടക്കത്തിലൊക്കെ അവയർനെസ് കുറവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആദ്യമൊക്കെ എന്താണ് SSC എന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പം പൊതുവെ എല്ലാം നോർത്ത് ഇന്ത്യൻ ചാനൽസ് ഒക്കെയാണ്. ഹിന്ദി മനസ്സിലാവുമെങ്കിലും നമുക്കൊരു മലയാളത്തിൽ കിട്ടുന്ന ഒരു കംഫർട്ട് നോർത്ത് ഇന്ത്യൻ ചാനൽസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എനിക്കൊന്ന് തുടങ്ങിയപ്പം SSC മലയാളിയുടെ ഒത്തിരി ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അപ്പോഴൊക്കെ ഇൻ്റർവ്യൂസ് അത്ര കോമൺ അല്ല. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ജോർജ് മാത്യു സാറിനുമായിട്ടുള്ള ഇൻ്റർവ്യൂ. അതാണ് എനിക്ക് കൈൻഡ് ഓഫ് ഒരു ഇൻസ്പിറേഷൻ. ഇപ്പോൾ ഞാൻ നോക്കുമ്പം ഒരു ലൈഫ് ചേഞ്ചിങ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരേ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത്, അതാണ് ഞാൻ എൻ്റെ വരെയും ഫോളോ ചെയ്തത്. അപ്പം അങ്ങനെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും എക്സാംസ് ഇങ്ങനെ ഫെയിലായി വരുമ്പം നമുക്കൊരു മെൻ്റൽ ഒരു ബ്ലോക്ക് വരും. ഇനി കിട്ടുമോ, സെൽഫ് ഡൗട്ട് വരും. പിന്നെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും ഒന്നും ആയില്ലേ, അങ്ങനെയുള്ള സ്ട്രഗിൾസ് ഒക്കെ വന്നുള്ളൂ. വീട്ടിലൊക്കെ സപ്പോർട്ടായിരുന്നു, ഫ്രണ്ട്സ് നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരാണ് സ്ട്രഗിൾ. ഓക്കെ, ഡിവിനായിട്ട് എന്തെങ്കിലും മെയിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരു പെൺകുട്ടി എന്നുള്ളത് എന്തെങ്കിലും സ്ട്രഗിൾ കാര്യങ്ങൾ ജനറൽ ആയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 24 ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളെ നാട്ടിൽ എന്താണ് ഒരു മെല്ലെ മെല്ലെ ഒരു കല്യാണത്തിൻ്റെ നമ്മളിപ്പോൾ ഒരു കല്യാണ പരിപാടിക്ക് പോവുകയാണെങ്കിൽ പോലും ആൾക്കാർ ചോദിക്കും എന്താണ് ചെയ്യുന്നത്, ജോലിക്കായി കല്യാണം. ഈ കല്യാണം എന്നുള്ള സംഭവം നമ്മൾ മെൻ്റലി ഇതല്ലെങ്കിലും ഇത് വരും. പിന്നെ എനിക്ക് ഒന്ന് സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിപ്പറേഷനിൽ അവയർനെസ് കറക്റ്റ് ഒരു എവിടെ നിന്നും ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കറക്റ്റ് ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. ഞാനായിട്ട് തന്നെ ഓരോന്നും തപ്പിപ്പിടിച്ച് ഒരു വഴിക്ക് പോകും, ഇനിയിപ്പോൾ അത് ബ്ലോക്ക് ആകുമ്പോൾ അടുത്ത് നോക്കി ഇങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ മെൻ്റലി ഡൗൺ ആകുമ്പോൾ പിന്നെ അവിടെയും ഇതുപോലെ തന്നെ ഒരു നമ്മളെ പിടിച്ച് പൊന്തിക്കാനുള്ളൊരു കയ്യൊന്നും ഇല്ല, നമ്മൾ തന്നെ എഴുന്നേൽക്കുക പിന്നെയും ചെയ്യുക. അപ്പം ഒരു ടൈം പോകുന്നതിൻ്റെ പ്രശ്നം, പിന്നെ അതുപോലെ ഇതൊക്കെ ഒരു ഫാക്ടേഴ്സാണ്. എല്ലാം നമ്മളെ ബോദർ ചെയ്യും. നമ്മളെ സിറ്റുവേഷൻസ്, നമ്മളെ ഇപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും എനിക്ക് ഐസൊലേറ്റ് ചെയ്ത് ഞാൻ ക്യുസായിട്ടായിരുന്നു വിട്ടൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ കൂടുതൽ ഫ്രണ്ട്സ് എല്ലാവരും എനിക്കൊരു സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുറമേക്ക് അതായത് നാട്ടിൽ തന്നെ നല്ല കമ്പനീസിൽ ഇപ്പം ഗേറ്റ് എഴുതിയിട്ട് നല്ല നല്ല കമ്പനീസിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഡിസിഷൻ തെറ്റായിപ്പോയി ബാക്കോട്ടൊന്ന് പോകാനും അല്ലെങ്കിൽ ഇത് മെയിൻലി ഡ്രോപ്പ് ചെയ്ത് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു തോറ്റു കൊടുത്ത് പോകുന്ന പോലെയല്ലേ നമ്മൾ ഫീൽഡിൽ. 2022 എക്സാമിനേഷൻ 2023 പ്രിലിംസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അതുവരെ ഉള്ളൊരു സ്കോറല്ല, അല്ലെങ്കിൽ 22 വരെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈം 22 എസ്പെഷ്യലി നല്ലോണം എഫേർട്ട് ഇട്ടിട്ട് എനിക്കത് തോന്നാറില്ല കുറച്ചൊരു ചെയ്തെന്നാണ്. 2023 Tier 1 അതിൻ്റെ ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അതേ ലെവൽ സ്കോറായിപ്പോൾ എനിക്ക് വന്നത്. അപ്പോൾ അവിടെ ഞാൻ ആകെ ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു, മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. വീട്ടിൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടുകാരുടെ അടുത്ത് ഞാൻ പൊതുവെ വീട്ടുകാരുടെ അടുത്തെല്ലാം അങ്ങനെ അത്രയും പറ്റാണ്ടായേ പറയുള്ളൂ. അപ്പോൾ അത് പറ്റൂല. ഒരാൾ നമ്മളെ ഇനി ആരും വീക്കായി കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതൊരു പുറമേക്ക് എക്സ്പ്രസ് ചെയ്യാനും വയ്യ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജോലീൻ്റെത് അത് മെയിനായിട്ട് പ്രിപ്പറേഷൻ്റെ എനിക്ക് മെയിനായിട്ട് അവയർനെസ് ആയിരുന്നു. എനിക്ക് ഇത്രയും ടൈം എടുക്കാൻ കാരണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാൻ എനിക്ക് ആരുമില്ല. ഞാൻ ആരെങ്കിലും ആരോട് ചോദിക്കും, എനിക്കിങ്ങനെ ഇല്ലായിരുന്നു. മെന്റർഷിപ്പ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അല്ലേ SSC അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ളത് പറഞ്ഞു തരാൻ പേരൻസ് അറ്റ്ലീസ്റ്റ് ഇന്ന് എക്സാം അല്ല അതെ ഒരു അവയർനെസ് ഉണ്ട് അവർക്ക്. അത് നല്ലൊരു കാര്യം. അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു 2-3 വർഷം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. ഒരു എക്സാം UPSC അല്ലെങ്കിൽ SSC എന്നുള്ള SSCനെ കുറിച്ച് എനിക്കൊന്നും എത്ര ആൾക്കാർക്ക് അറിയാമെന്നുള്ളൂ. UPSC പിന്നെ അറിയാം. അതെ, നമ്മളെ എനിക്ക് കുറച്ചുകൂടി ഗൾഫിലേക്ക് പോകുന്നത് എൻ്റെ അച്ഛൻ പുറത്താണ്. അതെ, ആ ഒരു ഇതാണ് മലബാറിലേക്ക്. അപ്പൊ പഠിച്ച് നമ്മൾ ഒരു ജോലി വാങ്ങിച്ച് ഏത് എക്സാം എന്നുള്ളതൊക്കെ ഒരു എനിക്ക് മെയിനായിട്ട് ഡിഗ്രിക്ക് ശേഷം നമ്മളെ നാട്ടിൽ ഡിഗ്രിക്ക് ശേഷമാണ് ഇങ്ങനത്തെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കൊന്ന് കുറച്ചുകൂടി ഡിഗ്രീൻ്റെ കൂടെ ഇവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു +1 ഒരു 10th +2 ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇവർ തുടങ്ങുന്നുണ്ട്. ഇവർക്ക് ഗ്രാജുവേഷൻ മറ്റേ സൈഡാണ്. ഈ എക്സാം ഇവർ ചെയ്ത് ക്വാളിഫൈഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവര് +2 ശേഷം മുതലേ തുടങ്ങുന്നുണ്ട്, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള എക്സാം കാസർഗോഡ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് ചലഞ്ചസ് കാര്യങ്ങളൊക്കെ? അവിടെ അങ്ങനെ SSCനെ പറ്റി ആർക്കും അറിയില്ല. എന്റെ റിസൾട്ട് വന്ന ശേഷമാണ് ആൾക്കാരൊക്കെ ഇത് എന്താന്ന് അറിയാൻ തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കും എന്താ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ SSC കോച്ചിങ് ആണ്. അതെന്താ അങ്ങനെ എല്ലാവരും ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അപ്പം അവർക്കൊക്കെ ലൈക്ക് ഇത് ഗവൺമെന്റ് ജോബൊക്കെ എത്ര കാലം കൊണ്ടാ കിട്ടുക, എപ്പോഴാ കിട്ടുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു.
ഇതൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് എഴുതിയെടുക്കുന്നതാണ് ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പം കുറെ പേര് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു എങ്ങനെയാ ഈ ജോലി കിട്ടുന്നത്, എന്താ പഠിക്കേണ്ടത്. അതൊരു വലിയ മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പം കുറെ പേര് ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും അത് കണ്ടിട്ട്. അത് നല്ലൊരു മാറ്റമാണ്. ശരി, നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്നത്, റോൾ മോഡൽ ആവുന്നത്. കാരണം ഒരാളെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ട്, ഇപ്പൊ ഞാനാണെങ്കിലും ആ സമയം നമ്മുടെ നാട്ടിൽ കിട്ടിയതിന് ശേഷം നമ്മളോട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത്. എന്റെ വാപ്പയും ഉമ്മയൊക്കെയാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് അവയർനെസ് ഇല്ലാത്ത ആളുകളാണ്. ഇപ്പൊ അവർ കൃത്യമായിട്ട് അറിയാം SSC എന്താണ്, ഓരോ പരീക്ഷ എന്താണ്, ഓരോ ചോദിച്ചാൽ കൃത്യമായിട്ട് ഇന്ന ലെവൽ പരീക്ഷയുണ്ട്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ എന്നോട് ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു വലിയൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ പറയുന്നത് കാത്തു നിൽക്കുന്നത് നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നോക്കി എങ്ങനെയാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ചില ടോപ്പിക്ക് ഈസി ആയിരിക്കും. ഓൾറെഡി നേരത്തെ പറഞ്ഞു നിങ്ങൾ ചില ആൾക്കാർ മാത്സ് ഇഷ്ടമാണ്, ചില ആൾക്കാർ GK ആയിരിക്കും ഇഷ്ടം. അപ്പൊ എങ്ങനെയാണ് ആ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, വീക്ക് ആയിട്ടുള്ള ഏരിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്,